നമസ്കാരം, ജനത ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത്. അതിലൊരു നടപടിയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ. എന്തായാലും ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാണ്. വേനൽക്കാല കൃഷി നടത്താനാവാത്തതിനാൽ കർഷകരും പ്രതിസന്ധിയിലാണ് എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. കടുത്ത വേനലിൽ സിന്ധു, തലം, ചിനാബ് നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നുള്ള വെള്ളവും കൂടി ഇല്ലാതായതോടെ വലയുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്. പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2024 ജൂൺ 2 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 2025 ജൂൺ 2 വരെ ജലലഭ്യത 10.3% കുറഞ്ഞു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിക്കാൻ ഇനിയും 4 ആഴ്ചകൾ ശേഷിക്കുന്നതിനാൽ വരും ആഴ്ചകളിൽ സ്ഥിതി കൂടുതൽ വഷളായേക്കും എന്ന വിലയിരുത്തൽ കൂടി ഉണ്ട്. ചെനാബ് നദിയിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് ജലസംഭരണികളിൽ നിന്നുള്ള വെള്ളം വിവേകപൂർണ്ണം ഉപയോഗിക്കാം. ഡാം അധികൃതരെയും ജലസേചന വിതരണ നിരീക്ഷണ ഏജൻസികളെയും സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. എന്നാൽ കശ്മീരിന്റെ സ്വപ്ന താഴ്വാരമായ പഹൽഗാമിനെ രക്തരൂക്ഷിതമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ രൂക്ഷമായ പ്രതിസന്ധി അനുഭവിക്കുകയാണ് എന്ന കണക്കുകൾ സഹിതമുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്.